ക്ലായിക്കോട് ശ്രീ മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രം പെരുങ്കളിയാട്ടത്തിന്റെ ഭാഗമായി സമൃദ്ധി വിഭവ സമാഹരണ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന ജൈവ കൃഷിയുടെ 3ാം ഘട്ടം വിളവെടുത്തു. ക്ഷേത്രത്തിലെ മഞ്ഞൾക്കുറി തയ്യാറാക്കുന്നതിനുള്ള മഞ്ഞളാണ് ഈ ഘട്ടത്തിൽ വിളവെടുത്തത്. കൂട്ടായ്മയുടെ പരിശ്രമത്തിൽ 100 മേനി വിളഞ്ഞപ്പോൾ 15 കിൻഡലോളം മഞ്ഞളാണ് വിളവെടുത്തത്. ഈ മഞ്ഞൾ ഉണക്കിപ്പൊടിച്ച് അരിപ്പൊടി കൂടി ചേർത്താണ് കളിയാട്ടത്തിന്റെ മഞ്ഞൾ പ്രസാദം തയ്യാറാക്കുന്നത്. നെടുമ്പ ശൂലാപ്പുകാവ് പരിസരത്ത് നടന്ന വിളവെടുപ്പിന്റെ ഉദ്ഘാടനം മുഴക്കോം ശ്രീ മഹാവിഷ്ണു ക്ഷേത്രം പ്രസിഡന്റ് എ ദാമോദരൻ മാസ്റ്റർ നിർവഹിച്ചു. സമൃദ്ധി ചെയർമാൻ പി.വി. തമ്പാൻ അധ്യക്ഷനായിരുന്നു. കുടുക്കൈൻ നാരായണൻ, ആഘോഷ കമ്മിറ്റി വർക്കിംഗ് ചെയർമാൻ എൻ.വി. രാമചന്ദ്രൻ, വനിതാ കമ്മിറ്റി കൺവീനർ സുമാചന്ദ്രൻ, മാതൃസമിതി പ്രസിഡന്റ് യമുന മോഹനൻ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. സമൃദ്ധി കൺവീനർ പി.വി. മോഹനൻ കരക്കപ്പറമ്പ് സ്വാഗതവും ജോയിന്റ് കൺവീനർ എം.വി. ജാനകി നന്ദിയും പറഞ്ഞു. വിഷരഹിത വിഭവസമൃദ്ധ സ്വയം പര്യാപ്തത കലവറ എന്ന ലക്ഷ്യത്തോടെ സമൃദ്ധി വിഭവ സമാഹരണ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന കൃഷിയുടെ 1ാം ഘട്ടത്തിൽ നെൽകൃഷിയും 2ാം ഘട്ടത്തിൽ ചേനയും വിളവെടുത്തിരുന്നു. കൂടാതെ ചീമേനി നെടുമ്പ പ്രദേശത്ത് ഇഞ്ചിയും കൃഷി ഇറക്കിയിട്ടുണ്ട്. പെരുങ്കളിയാട്ട നാളുകളിൽ ആചാരക്കാർക്കായി പ്രത്യേകം തയ്യാറാക്കിയ നാലിലപ്പന്തലിൽ സദ്യക്കൊപ്പം വിളമ്പുന്ന ഉപ്പേരി, ശർക്കര എന്നിവ തയ്യാറാക്കുന്നതിനുള്ള നേന്ത്രക്കായ ഉൽപ്പാദിപ്പിക്കാനായി പ്രദേശത്തെ 150ഓളം വരുന്ന വീടുകളിൽ 3 വീതം വാഴക്കന്നുകൾ മാസങ്ങൾക്ക് മുൻപ് വിതരണം ചെയ്തിരുന്നു. ലക്ഷത്തോളം വരുന്ന ഭക്തജനങ്ങൾക്ക് 2 നേരവും വിഭവസമൃദ്ധമായ സദ്യ ഒരുക്കുക എന്നതാണ് ആഘോഷ കമ്മിറ്റി ലക്ഷ്യമിടുന്നത്. 2026 ഫെബ്രുവരി 4 മുതൽ 7 വരെയാണ് ക്ലായിക്കോട് ശ്രീ മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്ര പെരുങ്കളിയാട്ട മഹോത്സവം.